ഞാൻ അതീവ ദുഃഖത്തോടെയാണ് സന്തോഷിന്റെ മരണം രാവിലെ കേൾക്കുന്നത് തന്നെ. 6:30 മണിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി. ഇത്രയും സമർത്ഥനായ, ഇത്രയും എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിന്റെ അകാലത്തിലുള്ള നിര്യാണത്തിൽ അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അത് ഒരിക്കലും നികത്താനാവാത്ത ഒരു വിടവാണ് നമ്മുടെ ഈ കലാരംഗത്ത് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്രയും അതുല്യനായ ഒരു നടൻ, വേണ്ടത്ര ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും കിട്ടിയ റോളുകളെല്ലാം വളരെ ഒറിജിനൽ, ജെന്യുവിനായിട്ട് അദ്ദേഹം ചെയ്തു. എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അദ്ദേഹം ഇത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഈസ് എ ജീനിയസ് ഇൻ ആക്ടിങ്. പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ 2018 ഈ പ്രളയത്തിന് തൊട്ട് മുമ്പ് ഏനാത്ത് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ജോബ് കുമാർ. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ ഇവിടെ ഒന്ന് വരണം, ഇവിടെ 3-4 ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്, നമുക്ക് അടിയന്തരമായിട്ട് ഈ അപകടം ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏനാത്ത് പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്തു. ഞാനും ഗോപകുമാറും 2 ഹെഡ് കോൺസ്റ്റബിളും കൂടെ കംപ്ലീറ്റ് റോഡ് സർവേ ചെയ്തിട്ട് റിപ്പോർട്ട് ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് കൊടുത്തു. ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം പല പ്രാവശ്യവും ഞാനത് റിമൈൻ ചെയ്യുന്നു. അവിടുത്തെ SHOയോട് ചോദിച്ചു, എന്തായി, വല്ലതും ആയോ? ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ MC റോഡിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പേ 3 പ്രാവശ്യം ചിന്തിക്കണം. കാര്യം എതിരെ വരുന്ന വാഹനം എത്ര സ്പീഡിലാണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സാധാരണ റോഡിലെ മാതിരിയല്ല. ഇതൊരു ലോക ബാങ്ക് സഹായത്തോടെ ലോക നിലവാരത്തിലുള്ള റോഡ് സർഫസ് ആണ്. കണ്ണാടി മാതിരിയായിരിക്കും. വാഹനം, എതിരെ വരുന്ന വാഹനം പെട്ടെന്ന് വരും. അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ അല്പം പക്വതയും ക്ഷമയും ഒക്കെ വേണം. ഇത് ഹെഡ് ഓൺ കൊളീഷൻ ആണെന്ന് മനസ്സിലായി. ഇതേതോ കറി പൗഡർ കമ്പനിയുടെ വാനുമായിട്ടാണ് ഹെഡ് ഓൺ കൊളീഷൻ ഉണ്ടായത്. ഡ്രൈവറുടെ ഭാഗം 2 ഡ്രൈവർമാർക്കും പരിക്കേൽക്കാവുന്ന രീതിയിലുള്ള ഒരു ഹെഡ് ഓൺ കൊളീഷനാണ് ഉണ്ടായത്. അത് ഏനാത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ഞാൻ പറഞ്ഞല്ലോ 3-4 സ്ഥലം അതീവ അപകട മേഖലകളാണ്. എത്ര നമ്മൾ സൂക്ഷിച്ചു പോയാലും എതിരെ വരുന്ന വണ്ടി കയറി ഇടിക്കും. അപ്പോ എനിക്ക് തോന്നുന്നു കറി പൗഡറിന്റെ ഡ്രൈവർ ചിലപ്പോൾ ഉറങ്ങിപ്പോയി കാണും, അല്ലെങ്കിൽ എന്തോ തെറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. MC റോഡ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ അപകട മേഖലയാണ്. ഒരു റോഡ് സുരക്ഷാ പ്രവർത്തകൻ എന്ന നിലയിൽ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ തന്നെ ഇതിലെ അപകട മേഖലകൾ നമുക്ക് സേഫ് സോൺ ആക്കാൻ പറ്റും. അതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും എൻ്റെ അഗാധമായ ദുഃഖം കൂടി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ MC റോഡുകളിൽ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ തിരുവനന്തപുരം മുതൽ കൊട്ടാരക്കര, കോട്ടയം വരെ ഉള്ള ആ ഒരു മേഖലകളിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നത്, പ്രത്യേകിച്ച് വെഞ്ഞാറമൂടിനും ഈ പറഞ്ഞതുപോലെ ഈ ഏനാത്ത് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി, പ്രത്യേകിച്ച് ചടയമംഗലം ആ മേഖലയൊക്കെ തന്നെ നിരന്തരമായി ഈ അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഏറെ നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡുകൾ, അതോടൊപ്പം തന്നെ വലിയ വളവുകൾ, ഇതൊക്കെ തന്നെ ഈ അപകടത്തിന്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കെണിയായി ഈ റോഡുകൾ മാറുകയാണോ? പ്രത്യേകിച്ച് ഹൈവേകളെ സംബന്ധിച്ച് MC റോഡുകൾ ഇത്തരത്തിലൊരു മരണക്കെണിയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയാണോ കേരളത്തിലുള്ളത്? താങ്കളുടെ ഒബ്സർവേഷൻ. കാരണം ഇത് കേശവദാസപുരം തൊട്ട് അങ്കമാലി വരെയുള്ള ഹൈവേ ആണ്. മെയിൻ സെൻട്രൽ റോഡ്, MC റോഡ്, അല്ലെ സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1. ഇത് നമ്മൾ ഒട്ടും തന്നെ ഡെവലപ്പ് ആകാതെ കിടന്ന കാലത്ത് 2000-ന് മുമ്പ് ഒരു മരണം പോലും ഈ റോഡിൽ ഉണ്ടാകുന്നില്ലായിരുന്നു. കാര്യം അത് വളരെ സൂക്ഷിച്ച് അക്യൂട്ട് കർവുകളും റഫായിട്ടുള്ള സർഫസും റോഡ് ടെറൈനും ഒക്കെ വളരെയേറെ ഡ്രൈവിംഗ് എക്സ്പെർട്ടീസ് വേണ്ട ഒരു റോഡായിരുന്നുകൊണ്ടാണ് അപകടങ്ങൾ ഗണ്യമായിട്ട് കുറഞ്ഞതും ഇല്ലാതിരുന്നതും. പക്ഷെ ഇത് ഒരിക്കലും ഇത് വേൾഡ് സ്റ്റാൻഡേർഡിലെ BM&AAC, BM&MC ടാറിങ് നടത്തി. പിന്നെ റോഡ് മാർക്കിംഗ്, ലോക നിലവാരത്തിലുള്ള റോഡ് മാർക്കിംഗ് ആണ് ആ റോഡിലൊക്കെ ഉള്ളത്. അതേപോലെ വാർണിംഗ് സൈൻസ്, പിന്നെ ഒരുപാട് ഫിറ്റിംഗ്സ് എല്ലാം, റോഡ് ഫർണിച്ചർ എന്ന് പറയുന്നത് ലോക നിലവാരത്തിലുള്ള എല്ലാം കൊണ്ട് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഡ്രൈവർമാരെ ബോധവൽക്കരിക്കാനായിട്ട്, കാര്യം ആ റോഡ് മാർക്കിംഗ് എന്തിനാണ്, എന്താണ് അതിന്റെ ഉദ്ദേശം, അതിന്റെ മീനിങ് എന്താണ് എന്നൊക്കെ ഡ്രൈവർമാരെ പഠിപ്പിക്കാനായിട്ട് നമുക്കൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. കാര്യം മറ്റേത് റോഡിനേക്കാളും ആധുനികവൽക്കരിച്ച റോഡാണ് ഈ പറഞ്ഞ KSTB, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വേൾഡ് ബാങ്ക് റോഡ്. അപ്പൊ എന്താണ് വേണ്ടത് വെച്ചാൽ ദയവ് ചെയ്ത് ഡ്രൈവർമാര് വളരെ ശ്രദ്ധിക്കേണ്ട അതിലെ റോഡ് മാർക്കിംഗ്, റോഡിലെ വരകളും അതിന്റെ മാർക്കിങ്ങിനെ പറ്റി ബോധവാന്മാരിക്കണം. പിന്നെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത അലർട്ട് സ്ട്രിപ്സ് ഉണ്ട്.
പലയിടത്തും ഒരു ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പേ റോഡിന് കുറുകെ ഒരു 5 വരയുണ്ട്. അതിന്റെ പുറത്തേക്ക് കയറുമ്പോഴേക്കും ഒരു ഫീലിംഗ് ഡ്രൈവർക്ക് വരും. അപ്പൊ തന്നെ അദ്ദേഹം ആക്സിഡന്റിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഇതിന്റെ സ്ലോ ആകും. എതിരെ വരുന്ന വണ്ടികളെ പറ്റിയും അല്ലെങ്കിൽ ഒരു ഇന്റർസെക്ഷൻ ആണെങ്കിൽ ആ ഇന്റർസെക്ഷനിലെ ഡിസിപ്ലിൻ എന്തൊക്കെയാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലാവും. പക്ഷെ ഇത് ഈ പുതിയ റോഡ് വന്നതിന് ശേഷം ഈ അടുത്ത കാലത്തായിട്ട് കണ്ടമാന റോഡ് അപകടങ്ങൾ കൂടിയതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഡ്രൈവർമാരുടെ റെക്ലെസ് ആയിട്ടുള്ള ഓവർടേക്കിംഗ്. അതായത് എതിരെ വരുന്ന വണ്ടി എത്ര സ്പീഡിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒട്ടും തന്നെ വാഹനങ്ങൾ ഇല്ലെങ്കിൽ മാത്രമാണ് ആ റോഡിൽ ഓവർടേക്ക് ചെയ്യേണ്ടത്. 1. 2, സ്പീഡ് ലിമിറ്റ് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് പലയിടത്തും. ആ സ്പീഡ് ലിമിറ്റ് എന്ന് വെച്ചാൽ 70 km/h ആണ്. പക്ഷേ പല കാറുകളും 100-120 പോകുമ്പോൾ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയും, പിടിച്ചെടുത്ത വണ്ടി നിൽക്കില്ല. അനദർ ഇഷ്യൂ എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. അതായത് ഇപ്പം വഞ്ഞാറമൂടായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊട്ടാരക്കരയായാലും ഏനാത്തായാലും മൂവാറ്റുപുഴയായാലും പെരുമ്പാവൂരായാലും റോഡിൽ മുഴുവൻ ഓട്ടോറിക്ഷകളുടെ സ്റ്റാൻഡും പാർക്കിങ്ങും ഉണ്ട്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ള ഒന്നാണ്. പിന്നെ റോഡിന്റെ ഒത്ത നടുവിൽ ബസ്സുകൾ പാർക്ക് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ബസ് സ്റ്റോപ്പിനൊക്കെ ബസ് ബേ ഉണ്ടാക്കേണ്ടതായിരുന്നു, പക്ഷെ പലയിടത്തും ബസ് ബേകൾ ഇല്ല. അപ്പോ പല വണ്ടികൾക്കും ബ്രേക്ക് ലൈറ്റോ പാർക്ക് ലൈറ്റോ ഒന്നും തന്നെ കാണില്ല. അപ്പൊ പിന്നിന്ന് വരുന്ന വണ്ടികൾ കയറിയിരിക്കും, അങ്ങനെ മരണം ഉണ്ടാവും. പിന്നെ ഡ്രൈവർമാർ റെക്ലെസ് ആയിട്ട് എതിരെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുന്നവരെ സഹായിക്കാനായിട്ട് ഒന്നും ഒതുക്കി കൊടുക്കുന്ന പരിപാടിയൊന്നും ആ റോഡിൽ ഇല്ല. എസ്പെഷ്യലി ആ ഏനാത്ത് പറഞ്ഞ അപകടം ഉണ്ടായ സ്ഥലം പല മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ. അതേപോലെ കേരളത്തിൽ ഈ പറഞ്ഞ MC റോഡ് 225 കിലോമീറ്റർ ദൈർഘ്യത്തില് ഒരു റോഡ് സേഫ്റ്റി സർവേ ചെയ്ത് ആ റിപ്പോർട്ട് ഞാൻ അധികാരിക വർഗത്തിന് കൊടുത്തതാണ്. ഒരു വിധത്തിലുള്ള ഇംപ്രൂവ്മെന്റും ഉണ്ടായിട്ടില്ല. എന്നാൽ അവർക്ക് വേണ്ടത്ര ഫണ്ടുണ്ട്. KSTP പ്രോജക്ടിന്റെ ഒരു ചീഫ് എഞ്ചിനീയർ തന്നെയുണ്ട്. പിന്നെ പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു SP സതീഷ് എന്ന പേര് അദ്ദേഹത്തിന്റെ. അദ്ദേഹമാണ് റോഡ് സേഫ്റ്റിയുടെ ചുമതല. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു റോഡ് സേഫ്റ്റി ഓഡിറ്റും സർവേയും ചെയ്തിരുന്നെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഇനി അടുത്ത ഗവൺമെന്റ് വരുമ്പോഴേക്കെങ്കിലും MC റോഡ് നമുക്ക് സുരക്ഷിതമാക്കണം. കാര്യം ഒരുപാട് വിലപ്പെട്ട ജീവനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് തടയാൻ പറ്റും, അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.